നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആധുനിക ചികിത്സാ രീതികളെ വെല്ലുവിളിച്ച് വീടുകൾക്കുള്ളിൽ പ്രസവം നടത്തുന്നവരുടെ എണ്ണം കേരളത്തിൽ ഏറുന്നതായി കണക്ക്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 1337 പേരാണ് വീടിനുള്ളിൽ പ്രസവിച്ചത്. വൈദ്യശാസ്ത്രത്തോടും മരുന്നുകളോടും വിമുഖത കാണിച്ചുകൊണ്ടുള്ള രീതികൾ കാരണം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനും ആരോഗ്യവും അപകടത്തിനാവുകയാണ്. അതിനിടെ മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കുറ്റകരമായ നരഹത്യ, തെളിവ് നശിപ്പിക്കലടക്കമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ശ്വാസമുട്ടൽ കാരണം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാണ് തന്നെ വിളിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ അനിൽ വെളിപ്പെടുത്തി. നമുക്ക് കോൾ വന്നപ്പോൾ ഇങ്ങനെ ബോഡി എറണാകുളത്തേക്ക് കൊണ്ടുപോകാണ്ടെന്ന് പറഞ്ഞത്. പ്രായമായ സ്ത്രീയാണ്, ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 3 മണി 3:15 തന്നെ അവരുടെ നാട്ടിലെത്തി. നമ്മൾ കാണുന്നത് ഈ ബോഡി കട്ടിലെ കിടക്കുന്നു, തുണിയിൽ പൊതിഞ്ഞ് പായലും പൊതിഞ്ഞിട്ട് ബോഡി കിടക്കുന്നതാണ് കണ്ടത്. വണ്ടി കയറ്റിയിട്ട് ഏകദേശം 5-10 മിനിറ്റും കൊണ്ട് തന്നെ അവർ നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മളറിയുന്നൊരു ഏലംകുളം ഭാഗത്തുള്ള ഒരു ടാക്സി ഡ്രൈവറാണ് വിളിച്ചത്. അവിടെ ഏകദേശം ഒരു 3-4 സ്ത്രീകളും 3-4 പുരുഷന്മാരും 2-3 പിള്ളേരും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ബോഡി ഇതേ രീതിയിൽ കട്ടിലെ കിടക്കുന്നതായിരുന്നു കണ്ടത്. നമ്മളോട് പറഞ്ഞത് പ്രായം ചെന്ന സ്ത്രീയാണ് ശ്വാസം മുട്ടി മരിച്ചത്. നമുക്ക് മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ, പാക്ക് ചെയ്ത് ഇതായിരുന്നു. അപ്പം പിന്നെ നമുക്ക് മുഖം തുറന്ന് നോക്കാൻ എന്തായാലും പറ്റത്തില്ല. നമ്മൾ ലാസ്റ്റ് എറണാകുളത്ത് ചെന്ന് കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പെരുമ്പാവൂര് അവരുടെ വീട്ടിലാണ് ചെന്നത്. അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ കാത്തു നിന്നു ബോഡി ഇറക്കാതെ കണ്ടപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ബോഡി ഇറക്കുകയല്ലേ, കുറച്ച് ഉള്ളിലേക്ക് പോകണം, ഒരു 4-5 പേര് വേണം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അതിലാണ് പെട്ടെന്ന് അവർ സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടി ബോഡി ഇറക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് സംശയമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യണം, പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടുത്തെ ആൾക്കാർ വർത്താനവും സംഘർഷവും തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ഭർത്താവിനെ അവർ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരോട് ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന്. അതിലാണ് ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയപ്പോൾ തന്നെ പോലീസുകാർ വന്നു. 7ാം ക്ലാസ് വരെ മാത്രം സ്കൂളിൽ വിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസവുമുള്ള സിറാജുദ്ദീൻ യൂട്യൂബ് വഴി മതപരമായ കാര്യങ്ങളും അശാസ്ത്രീയമായ ചികിത്സയും ആത്മീയ അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിച്ചിരുന്നതായി പോലീസ് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചിരുന്ന ഗ്രൂപ്പുകളെക്കുറിച്ചും സംഘങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നവമാധ്യമങ്ങളിലെ ഗ്രൂപ്പുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. വീട്ടിലെ പ്രസവം നടത്തുന്നതിന് അധികം തരത്തിലുള്ള രഹസ്യ ഗ്രൂപ്പ്, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളോ മറ്റു ആളുകളുടെ സഹായമോ സംഘടനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുറ്റസമ്മതം മൊഴിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ളതാണ് പ്രതി പറയുന്നത്. വിശദമായിട്ട് അത് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അതൊരു തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും തീരെ മനസ്സിലാക്കാതെയുള്ളൊരു പ്രൊപ്പഗാൻഡയാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലുള്ളത്. അദ്ദേഹം അങ്ങനത്തെ പ്രൊപ്പഗേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് വേറെയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്, വൈഫ് അത് പഠിച്ചതായിട്ട് മൊഴിയിൽ പറയുന്നുണ്ട്. നീഡ്സ് ടു ബി വെരിഫൈഡ്. അത് എന്താണ് അതിൻ്റെ കാര്യം പ്രതിയുടെ മൊഴിയിൽ അങ്ങനെ പറയുന്നില്ല. അത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നോ എന്നുള്ളത്. ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന നവമാധ്യമ കൂട്ടായ്മകൾക്കെതിരെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കുമെന്നാണ് മലപ്പുറം SP R വിശ്വനാഥ് വ്യക്തമാക്കിയത്. പ്രതി സിറാജുദ്ദീനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, നമ്മൾ വിശദമായി കേരളം ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ സ്ത്രീകളെ കൊലയ്ക്ക് കൊടുക്കുന്ന സംഭവങ്ങൾ ഇതൊരൊറ്റപ്പെട്ടതല്ല. അസ്മ എന്ന യുവതിയുടെ മരണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ വീട്ടിലെ പ്രസവം പ്രചരിപ്പിക്കുന്ന കൂട്ടായ്മകളുണ്ട്. അതിൽ ഒരാളായിരുന്നു ഈ പ്രതി, ഈ ഭർത്താവ് സിറാജുദ്ദീൻ എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഇയാൾ ഇതുപോലെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക, വീട്ടിലെ പ്രസവം അത്തരം പ്രചരണം നടത്തുക, ഇത്തരം നടപടികൾക്കെതിരെയും ഈ സിറാജുദ്ദീനെതിരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നുണ്ടോ? ടോമ, ഈ സിറാജുദ്ദീന് നമ്മളിന്ന് രാവിലെ പോലീസുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞൊരു കാര്യം, 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ച 7ാം ക്ലാസ് വരെ മാത്രം മദ്രസ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്.
ഈ വ്യക്തിയാണ് ആത്മീയ ആചാര്യനായിട്ട് ആത്മീയ പ്രഭാഷകനായിട്ട് ഓൺലൈൻ വഴി അന്ധവിശ്വാസത്തെയും ഈ ശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രചാരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഇത് കേട്ട് ഇത് ശരിയാണെന്ന് വിശ്വസിച്ച് വലിയൊരു ജനവിഭാഗം ഇയാൾക്ക് ഒപ്പം നിൽക്കുന്ന തരത്തിൽ ഇയാളെ പിന്തുണയ്ക്കുന്നു. അതായത് പല തരത്തിലും ഈ ഒരു സമൂഹത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം കൊണ്ടുവന്ന നേട്ടങ്ങളെ, അതിൻ്റെ ഗുണഫലങ്ങളെ ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ പ്രവർത്തിക്കുന്ന ശക്തികളുടെ ഒന്നായിട്ട് ഇയാൾ മാറിയിട്ടുണ്ട്. ഇതിനെ പിന്നെ അന്ധവിശ്വാസം എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസമാകാം. അതല്ലെങ്കിൽ തങ്ങൾക്ക് സ്വീകാര്യമായത് ഈ തരത്തിൽ നിർദ്ദേശിക്കപ്പെട്ട രീതികളാണ് എന്നതാകാം. അതല്ലെങ്കിൽ തങ്ങളുടെ ഭാര്യമാരെ മറ്റ് ഡോക്ടർമാർ പോലും കാണാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന തരത്തിലുള്ള ചില ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാകാം. എന്തു തന്നെയാണെങ്കിലും ഈ നൂറ്റാണ്ടിന് ഉതകുന്നതല്ല ഈ സംവിധാനങ്ങളും ഈ രീതികളും എന്ന് നമുക്ക് എങ്ങനെ ഏത് വ്യാഖ്യാനത്തിൽ വേണമെങ്കിലും പറയാനാവുന്നതാണ്. ഇന്നിപ്പോൾ സിറാജുദ്ദീൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ വിശദമായിട്ടാണ് ഈ നടപടികൾ പൂർത്തിയാക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിൽ ഈ മുട്ടിന് ഒരുപാട് സ്ഥലത്ത് ഈ പ്രസവ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പലതും സുഖവാസ കേന്ദ്രങ്ങളെ പോലെയാണ്. ചിലയിടത്ത് അക്യുപഞ്ചറിൻ്റെ ഇതുണ്ട്. അതൊന്നും അക്യുപഞ്ചർ പൂർണ്ണമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടല്ല എന്ന് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വീട്ടിൽ പ്രസവം എന്ന ആധുനിക വൈദ്യശാസ്ത്രം ഒരിക്കലും പിന്തുണയ്ക്കാത്ത ആ രീതിയെ കൂടുതൽ ജനകീയമാക്കുവാനുള്ള സംവിധാനങ്ങൾ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ കൃത്യമായ സംഘടിതമായ ഒരു രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗങ്ങളാവുന്നുണ്ട് എന്ന് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതില്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സംവിധാനങ്ങളുണ്ട്. അതുവഴി അവർ കൃത്യമായി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഈ സംവിധാനമാണ് ഈ എന്തുകൊണ്ടും ആശുപത്രിയിൽ പോയിട്ടുള്ള ചെലവേറിയ ശാസ്ത്രീയ ചികിത്സയേക്കാൾ നല്ലത് വീട്ടിൽ സുഖമായിട്ട് ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് പ്രസവിക്കാവുന്ന രീതിയിലുള്ളതാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്നത് ഇതേപോലെയുള്ള രക്തസാക്ഷിത്വങ്ങളാണ്. അക്മയുടെ രക്തസാക്ഷിത്വം നമ്മൾ പറയാം, അല്ലാതെ അതൊരു സാധാരണ മരണമൊന്നുമല്ല. ആ സ്ത്രീ വേദന കൊണ്ട് പിടഞ്ഞ് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നിരിക്കെ അതിനൊന്നും മുതിരാതെ കഞ്ഞിവെള്ളം കൊടുത്ത് ആ സ്ത്രീയെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഇയാൾ ചെയ്തത്. അതിൻ്റെ പേരിൽ ഇന്ന് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് സങ്കടമുണ്ട്, എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് കരയുകയാണ്. ഇനിയിപ്പോൾ കരഞ്ഞിട്ടെന്താ, ഇതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകും? ഇതൊരു അവസാനത്തെ മരണമാകേണ്ടതുണ്ട്. അതിന് വേണമെങ്കിൽ പോലീസ് കൃത്യമായിട്ട് ഇപ്പോൾ എടുത്ത നടപടികൾ ഇതിലും ശക്തമായിട്ട് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യ, അതായത് കുറ്റകരമായ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ, 2 ഗുരുതര വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇത് രണ്ടും നോൺ വെയിലബിളാണ്. 4 ദിവസത്തെ കസ്റ്റഡിയിൽ പോലീസിൻ്റെ കൈവശം ഇയാളെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എല്ലാ നെറ്റ്വർക്കുകളിലേക്കും അന്വേഷണം ചെന്നെത്തി ഇനി ഇത്തരത്തിലൊരു സംവിധാനം മലപ്പുറത്ത് ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് പോലീസ്. തീർച്ചയായും അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാകട്ടെ അസ്മ എന്ന യുവതി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു സംഭവത്തോടു കൂടി ആരോഗ്യവകുപ്പും നമ്മുടെ പോലീസ് സംവിധാനങ്ങളുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൂടി അറിയണം. അനുമോദിലേക്ക് വരും മുൻപ് ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒന്ന് പോവുകയാണ്. ആജ്ഞ, കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിൽ ഈ വീട്ടിലെ പ്രസവത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. അതായത് നമ്മുടെ ആരോഗ്യരംഗത്ത് ഏറ്റവും ആധുനിക സംവിധാനങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതുപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3000-ഓളം വീട്ടിലെ പ്രസവം നടന്നു. ഇതിൽ കൂടുതലും മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 5 വർഷത്തിനിടെ 1337 സ്ത്രീകളാണ് വീട്ടിൽ പ്രസവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. പുറത്തു വരുന്ന കണക്കുകളും അതുതന്നെയാണ്. ഇത് കൃത്യമായൊരു അജണ്ടയോട് കൂടിയാണോ? ഇത് ഒരിക്കലും ഒരു മതം ഇത്തരമൊരു കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്തരം ഒരു ആഹ്വാനം, പരസ്യമായ ആഹ്വാനമൊന്നും എവിടെയും കണ്ടിട്ടില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആജ്ഞ? അക്യൂഷ് എന്ന പേരിലുള്ള ഒരു സംഘടനയാണ് ഇതിന്റെ പിന്നിൽ. ഇത് ചെറിയ ചെറിയ സംഘങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ്
ആയി വരുന്നത് അങ്ങനെയാണ്. അതായത് ഒരു വലിയ കൂട്ടായ്മയൊന്നുമല്ല, ഇത് ചെറിയ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ഈ കോൺവെക്കേഷൻ നടത്തുന്ന പോലെ ഈ സ്ത്രീകൾ വീട്ടിൽ പ്രസവിച്ചാൽ അവരെ അഭിനന്ദിക്കുന്ന ചെറിയ കൂട്ടായ്മകൾ, അത്തരത്തിലൊക്കെ അതിന് വലിയ പ്രചാരം നേടിക്കൊടുക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ 2931 പ്രസവങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒട്ടാകെ. ഇതിപ്പം മലപ്പുറത്ത് മാത്രം പ്രശ്നമൊന്നുമല്ല, പക്ഷേ 1337 ജനനങ്ങൾ, ഇങ്ങനെ വീട്ടിലെ പ്രസവങ്ങൾ മലപ്പുറത്ത് മാത്രമാണ് എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു സംഖ്യ തന്നെയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കോട്ടയത്ത് 42 ഏറ്റവും കുറവും. അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ മലപ്പുറത്ത് ഈ ഒരു വീട്ടിലെ പ്രസവത്തിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ മതപണ്ഡിതനെ ഇപ്പം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സിറാജുദ്ദീൻ 7ാം ക്ലാസ്സുകാരനാണ്. അയാൾ ആദ്യത്തെ 3 പ്രസവം വീട്ടിലായിരുന്നു, ആശുപത്രിയിലായിരുന്നു. തുടർന്ന് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ, അതായത് വീട്ടിലെ പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഈ സംഘങ്ങൾ അത്തരം മെസ്സേജുകൾ ഒക്കെ ആളുകളിൽ എത്തിക്കുന്നു. ഇയാൾ മതപണ്ഡിതനായ ശേഷവും മതപ്രഭാഷണങ്ങൾ നടത്തിയ ശേഷവും ഭാര്യയെ ഇത്തരത്തിൽ നിർബന്ധിക്കുകയായിരുന്നു, വീട്ടിൽ പ്രസവിക്കാൻ നിർബന്ധിക്കുകയും അക്യുപഞ്ചർ രീതി പഠിച്ചെടുത്തിട്ടാണ് തങ്ങൾ ഇത് ചെയ്തതെന്നൊക്കെ പറയുമ്പോഴും അക്യുപഞ്ചർ വിദഗ്ധനായുള്ള ആൾ പോലും പറയുന്നത് പ്രസവ ശുശ്രൂഷയ്ക്കോ അല്ലെങ്കിൽ പ്രസവം എടുക്കാനുള്ള രീതികൾ അക്യുപഞ്ചറിൽ എവിടെയും സൂചിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഇത്രയും പ്രാകൃതമായ രീതിയിലുള്ള പ്രസവങ്ങൾ നടക്കുന്നത്? അതും ആരോഗ്യ വിദഗ്ധന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ജനന സർട്ടിഫിക്കറ്റ് തേടി ഒരു കുടുംബം എത്തിയപ്പോഴാണ് ഇത് ഏത് സമയത്ത് എവിടെയാണ് പ്രസവിച്ചത്, അത് ഈ ആശുപത്രിയുടെ കണക്കൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് എവിടെയാണ് പ്രസവിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് വീട്ടിലാണ് പ്രസവിച്ചത് എന്ന് ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരികയും അങ്ങനെയാണ് ആരോഗ്യവകുപ്പ് അതിനെപ്പറ്റി അലേർട്ട് ആവുകയും ഇങ്ങനെ വീട്ടിൽ നടന്ന പ്രസവങ്ങളുടെ കണക്കെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ റഡാറിൽപ്പെടാത്ത ഒരുപാട് കണക്കുകൾ ഉണ്ടാകാം. ഈ മഞ്ഞുമലയുടെ അറ്റം പോലെ ഒരു കണക്ക് മാത്രമായിരിക്കാം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും. ഇതിൽ തന്നെ നമ്മൾ ഞെട്ടുന്ന ഒരു കണക്ക് തന്നെ വരുമ്പോൾ ഇതിൽ എത്ര കുഞ്ഞുങ്ങൾ പോഷകം കിട്ടാതെ മരിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ തന്നെ സിറാജുദ്ദീൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ആ മരിച്ച സ്ത്രീയെയും ആ നവജാത ശിശുവിനെയും കൊണ്ട് ഇത്രയും ദൂരം മലപ്പുറത്തു നിന്ന് എറണാകുളം വരെയുള്ള ഇത്രയും ദൂരം അതിന് പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാതെയാണ് അയാൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ഇത് മാത്രമല്ല, അതായത് ഗർഭാവസ്ഥയിൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് അതിന് വേണ്ട മോണിറ്ററിംഗ് ഒക്കെ നടത്തി വരുന്നുണ്ട്. കാരണം ആശാപ്രവർത്തകന്മാരെയും അല്ലാതെ HIമാരെയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ വീടുകളിൽ കയറിയിറങ്ങി അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അവർക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് നൽകുന്നുണ്ട്, അയൺ ടാബ്ലറ്റ്സുകൾ നൽകുന്നുണ്ട്. അത്തരത്തിലൊക്കെ അവരെ സംരക്ഷിക്കുകയും അവരുടെ പ്രസവം സുഖകരമെന്നോ അതല്ലെങ്കിൽ ക്രിട്ടിക്കൽ അല്ലാത്ത തരത്തിലേക്കൊന്നും ഉറപ്പുവരുത്തുന്ന തരത്തിലോ ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ വലിയ കണക്ക് പുറത്തു വരുന്നു. 5 വർഷത്തിനിടയിൽ ഈ കണക്ക് പറയുമ്പോൾ ഓരോ വർഷവും ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ 3000-നടുത്ത് വീട്ടിലെ പ്രസവങ്ങൾ നടന്നു. ഇതിൽ കൂടുതലും മലപ്പുറം ജില്ലയിലാണ്. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി. അനുമോദ്, ആജ്ഞ പറയുന്ന കണക്കുകൾ അനുസരിച്ച് ഇവിടെ എത്രയോ അധികം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവന് തന്നെ ഭീഷണിയാകുന്ന, വെല്ലുവിളിയാകുന്ന രീതിയിലുള്ള പ്രാകൃതമായ നടപടികൾക്ക് പിന്നാലെ ചിലർ പോകുന്നു. ചില അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഇതിനെ തടയിടാൻ വേണ്ടിയുള്ള ബോധവൽക്കരണമൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനപ്പുറം ഇതുപോലെ വീട്ടിലെ പ്രസവങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ, പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും? മാത്രമല്ല, നേരത്തെ ഇതിനെ ഒരു ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് പോലെ വീട്ടിലെ പ്രസവം നടത്തുന്നവരെ ആദരിക്കുന്ന പല വീഡിയോകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വീട്ടിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടോ? അതല്ലെങ്കിൽ അത്തരം ഒരു വശത്ത് നടപടികൾ കടുപ്പിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രവണതയൊക്കെ വേരോടെ തന്നെ പിഴുതെറിയാൻ കഴിയില്ലേ? ടോം, നമ്മൾ ഈ മലപ്പുറത്ത് ഏറ്റവും അധികം ഇത്തരം ഹോം ഡെലിവറീസ് അല്ലെങ്കിൽ വീട്ടിൽ പ്രസവം നടക്കുന്നു എന്നുള്ളത് കണക്കുകളിലൊക്കെ കാര്യം തന്നെയാണ്. പക്ഷേ ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കൂടി ഇവിടെ നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കേസിലേക്ക് തന്നെ വരികയാണെങ്കിൽ
ഇതിൽ പ്രതിയായിട്ടുള്ള സിറാജുദ്ദീനും മരിച്ചുപോയ അസ്മിയും മലപ്പുറം സ്വദേശികളല്ല. അവരെ സംബന്ധിച്ച് അവർ ആലപ്പുഴയിലും പെരുമ്പാവൂരുമാണ്. പക്ഷേ ആലപ്പുഴയിൽ 2 തവണ വീട്ടിൽ പ്രസവിച്ചപ്പോൾ അവിടെ ആശാവർക്കർമാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരൊക്കെ പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവർ മലപ്പുറത്തേക്ക് മാറുകയായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് ഇത്തരത്തിൽ പലരും ഈ ഒരു സംവിധാനങ്ങളുമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നൊരു സന്ദേശം ഇതൊക്കെ നൽകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും അധികം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായ ബോധവൽക്കരണവും നടപടികളൊക്കെ നടക്കുന്നത് മലപ്പുറത്താണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പലർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിലുള്ള ചില ഇടങ്ങൾ, അത് ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലാവട്ടെ, ഏതെങ്കിലും കൂട്ടായ്മയുടെ പേരിലാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ പേരിലാവട്ടെ, അത്തരം സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അത് പലർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ തീർക്കുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് വിശദമാക്കാൻ കഴിയുകയില്ല. അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നൊരു മുൻവിധിയുണ്ട്. അതൊക്കെ ഈ വിശ്വാസങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ പ്രചരണം നടത്തുന്നവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ നമ്മൾ DMOട് സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമാക്കുന്നുണ്ട്. ആശാ വർക്കർമാരെ കൂടുതൽ ഇതിനുവേണ്ടി നിയോഗിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുണ്ടാകുന്നത്. പോലീസിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇതുമായി സഹകരിച്ച് എല്ലാവരിലേക്കും അന്വേഷണം എത്താൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സിറാജുദ്ദീനെ ഈ ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ സഹായിച്ചവർക്ക് നേരെയും അന്വേഷണം ഉണ്ടാകും. BNSലെ പുതിയ വകുപ്പുകൾ പ്രകാരം ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ, ചികിത്സ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം തീർത്താൽ തന്നെ അത് കുറ്റകരമായ ഒരു കൃത്യമായിട്ട് വേണം കാണാൻ. അത്തരത്തിലുള്ള ചികിത്സ നിഷേധിക്കുന്നതിനെ അതിനെ സമാനമാണ് ഈ ഇത്തരത്തിലുള്ള പ്രസവങ്ങളും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിയമത്തിൻ്റെ ഒരു കണ്ണി കൂടി ഇതിലേക്ക് വരുത്താൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാണെങ്കിലും നമുക്ക് ഈ ഒരു മരണം അത് അവസാനത്തേതാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് അങ്ങനെ ആകണമെങ്കിൽ പോലീസും ആരോഗ്യ സംവിധാനങ്ങളും ഒക്കെ കൈമെയ് മറന്ന് പ്രവർത്തിക്കണം. ഒപ്പം ഇതേക്കുറിച്ചുള്ള ബോധം, ഈ കാര്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസം നേടിയെന്ന് അവകാശപ്പെട്ട് അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു അവസാനത്തെ ഒരു ഇരയാകട്ടെ ആസ്മ. കാരണം ഇനി ഇതുപോലെ ഒരു കുഞ്ഞിൻ്റെയും ഒരു യുവതികളുടെയും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ആരോഗ്യവകുപ്പും പോലീസും ഉണർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. CV അനുമോദും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്ക് പിന്നാലെ കാരണവർ വധക്കേസ് പ്രതി ഷെറിന് പരോൾ. കണ്ണൂർ വനിതാ ജയിലിൽ കഴിയുന്ന ഷെറിന് ഏപ്രിൽ 5 മുതൽ 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. 3 ദിവസം യാത്രയ്ക്കും അനുമതിയുണ്ട്. ഇത് സ്വാഭാവിക പരോൾ എന്നാണ് ജയിൽ വകുപ്പിൻ്റെ വിശദീകരണം. VV വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, നേരത്തെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെറിന് ചട്ടങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അവരെ ജയിൽ മോചിതയാക്കാനുള്ള ചില നടപടികൾ ഉണ്ടായതാണ്. അത് പിന്നീട് വിവാദമായതാണ്. ഒരു മന്ത്രി തലത്തിൽ പോലും ഒരു മന്ത്രി വഴിവിട്ട് ഇടപെടൽ നടത്തിയെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ഉയർന്നതിന് പിന്നാലെ ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നീക്കം തടഞ്ഞിരുന്നു. ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നു. നിയമപരമായി തന്നെയാണോ നടപടികൾ? ദിവസത്തെ പരോളാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ശിക്ഷാ ഇളവ് നൽകി പുറത്തിറക്കാൻ, ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അത് മന്ത്രിസഭാ യോഗമാണ് അങ്ങനെ തീരുമാനിച്ചത്. ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുകയായിരുന്നു. എന്നാൽ ഗവർണർക്കുൾപ്പെടെ പരാതി പോകുന്ന സാഹചര്യമുണ്ടായി. 14 വർഷത്തിൽ കൂടുതലായി ജയിലിൽ തുടരുന്ന ആളുകളുണ്ട്. ഇവർക്ക് നൽകാത്തൊരു പരിഗണനയാണ് ഷെറിന് നൽകിയത്. ഒരു മന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട് എന്ന കാര്യവും ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു. കാരണം 500 ദിവസത്തിലധികമാണ് ഈ 14 വർഷത്തിനിടയിൽ പരോളായി ഷെറിന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴുള്ള ഈ പരോൾ അതും തിടുക്കപ്പെട്ടുള്ള തീരുമാനമെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. കാരണം ഈ ജയിൽ ഉപദേശക സമിതി നൽകുന്നു, അവിടെ പ്രൊബേഷൻ റിപ്പോർട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്, ഇതെല്ലാമാണ് മന്ത്രിസഭാ യോഗത്തിന് മുന്നിലേക്ക് വന്നത്. ഇങ്ങനെ എല്ലാ
സംവിധാനങ്ങളിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഷെറിന് വേണ്ടി ഉണ്ടാകുന്നു. ഇതിൽ അസ്വാഭാവികത ഉണ്ട് എന്ന ആരോപണമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. ഇതോടുകൂടി ഈ തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു. അതിന് കാരണമായി പറഞ്ഞത് കണ്ണൂർ ജയിലിൽ ഈ സഹ തടവുകാരിയെ മർദ്ദിച്ചു എന്ന ഒരു ആരോപണം അത് നേരിട്ടു. ഇതിന് പിന്നാലെ ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു. എന്നാൽ മന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ് അതിശക്തമായി ഉയർന്നു വന്നത്. ഒരു മന്ത്രി വഴിവിട്ട ബന്ധം ഷെറിനുമായി തുടരുന്നു എന്ന തരത്തിൽ രാഷ്ട്രീയ ആരോപണം തന്നെ ഉയർന്നു വരികയായിരുന്നു. മാത്രമല്ല ജയിൽ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പലപ്പോഴായി ജയിലിലുള്ളപ്പോൾ തന്നെ ഷെറിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ഈ ഉദ്യോഗസ്ഥന്റെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നുവെന്ന് അന്ന് തടവിലുണ്ടായിരുന്ന ഒരു മറ്റൊരു തടവുകാരി അവർ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2010 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നു. അത് ഭർത്താവിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തുകയാണ്. ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തി കാമുകനൊപ്പം പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തിയത്. ഇതിൽ പിടിയിലാകുന്നു. കാമുകനും ഇപ്പോൾ തുറന്ന ജയിലിൽ കഴിയുകയാണ്. ശിക്ഷാ ഇളവിനുള്ള നടപടികൾ അക്കാര്യത്തിലുമുണ്ടായി. പക്ഷേ ഇതുവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. തുറന്ന ജയിലിലാണ് കാമുകനുള്ളത്. ഷെറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ അമിത താല്പര്യം ഒരു കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന ആരോപണമാണ്. ആ ആരോപണം നേരിടുന്നതിനിടെയാണ് വീണ്ടും പരോൾ കൊടുക്കാനുള്ള തീരുമാനം. നേരത്തെ ഒരു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന സാഹചര്യത്തിൽ 30 ദിവസത്തെ പരോൾ ഉണ്ടായിരുന്നു. അത് മാറ്റിവെക്കുകയും പിന്നീട് അത് നൽകുകയും പിന്നീടൊരു 30 ദിവസത്തേക്ക് കൂടി പരോൾ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയുമായിരുന്നു. ആ തരത്തിലൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരിക്കൽ കൂടി ഇങ്ങനെ ഷെറിൻ പരോളിൽ ഇറങ്ങുന്ന സാഹചര്യം. അതാണ് വിനോദ്, അതുകൂടി പരിശോധിക്കേണ്ടതല്ലേ? ആരാണ് ഇത്തരം വഴിവിട്ട ഇടപെടലുകൾ നടത്തുന്നത് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഒരു മന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നതാണ്. ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഉന്നതതല ഇടപെടലുകളൊക്കെ ഉണ്ടായി എന്ന ആരോപണം ഉയർന്നിട്ടും അതേക്കുറിച്ച് അന്വേഷണമില്ല. യാതൊരു വിധത്തിലുള്ള ഒരു പരാതിയോ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. കാരണം പക്ഷേ കഴിഞ്ഞ 14 വർഷത്തെ ഈ ശിക്ഷാ കാലയളവിനുള്ളിൽ 500 ദിവസം ഷെറിന് പരോൾ ലഭിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും പരോൾ അനുവദിക്കുന്ന നടപടികളൊക്കെ ഉണ്ടായി. ആരാണ് ഷെറിന് വേണ്ടി ഇത്തരം ഇടപെടലുകളൊക്കെ നടത്തിയതെന്ന് വ്യക്തമായതാണോ? നേരത്തെ തന്നെ TP കേസിലെ പ്രതികൾക്കുള്ള പരോൾ അത് തന്നെ നേരത്തെ ഇതിന്റെ കണക്കുകൾ പുറത്തു വന്നതാണ്. ഏതാണ്ട് അവർക്ക് 1 വർഷം വരെയൊക്കെ പല ഘട്ടങ്ങളിലായാണ് 1 വർഷം വരെയൊക്കെ പരോൾ ലഭിക്കുന്ന സാഹചര്യം. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ കേസിലും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. 500 ദിവസം വരെ പരോൾ ലഭിക്കുന്ന സാഹചര്യം. ഏതാണ്ട് 2 വർഷത്തിനടുത്തേക്ക് തന്നെ ഈ പരോൾ കാലാവധി തന്നെ നീണ്ടുപോകുന്ന സാഹചര്യം. ഇപ്പോഴും ഈ 15 ദിവസം അനുവദിച്ചിരിക്കുന്നു. അതിൽ 3 ദിവസം യാത്രയ്ക്ക് വേണ്ടി എന്ന നിലയിലാണ് കണക്കുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല നേരത്തെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്ന സമയത്ത് 30 ദിവസത്തേക്ക് അപ്പോൾ മാറ്റിവെച്ചതാണ്. പിന്നീട് 30 ദിവസത്തേക്കും അത് കഴിഞ്ഞ് വീണ്ടും 30 ദിവസത്തേക്ക് ആ പരോൾ കാലാവധി കൂട്ടി നൽകുന്ന നടപടികളുണ്ടായിരുന്നു. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് ഇത്തരത്തിൽ ജയിൽ മോചിതയാക്കാൻ തീരുമാനിക്കുന്നു. നല്ല നടപ്പാണെന്ന തരത്തിലാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് വരുന്നത്. അതിനുശേഷം ജയിൽ ഉപദേശക സമിതി ഇതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടി സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നത്. ഇത് മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിൽ വരികയും ജയിൽ മോചിതയാക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇത് വലിയ വിവാദമാകുന്നു. മാത്രമല്ല പുതിയ ഗവർണർ വന്ന ശേഷം സർക്കാരുമായി അങ്ങനെ വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് ഇതുവരെ പോയിട്ടില്ല. എന്നാൽ ഈ ഒരു വിഷയം ഗവർണറുടെ മുന്നിലേക്ക് എത്തുന്നു. ഒരു പരാതിയായി തന്നെ ഇത് ഗവർണർക്ക് മുന്നിലേക്ക് എത്തുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ വിവാദമാകാനുള്ള സാഹചര്യം അത് സർക്കാർ മുന്നിൽ കാണുന്നു. പിന്നീട് നേരത്തെ എടുത്ത തീരുമാനം, അതായത് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം മരവിപ്പിക്കുന്നു. അതിന് ഒരു കാരണമായി പിന്നീട് വ്യക്തമാക്കിയത് ജയിലിൽ തന്നെ സഹ തടവുകാരിയുമായി അവർ കയ്യാങ്കളിയിൽ ഏർപ്പെട്ടു. ആ തരത്തിൽ അവരെ മർദ്ദിക്കുന്ന നിലയിലേക്ക് പോയി എന്നതാണ് ഒരു കണ്ടെത്തലായി വന്നത്. പക്ഷേ നേരത്തെയും ഷെറിനെ ജയിൽ മാറ്റുന്ന നിലയുണ്ടായിരുന്നു. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന ആളെ പല തവണയായി മറ്റ് ജയിലുകളിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. ഇതിനെല്ലാം അടിസ്ഥാനമായത് ജയിലിലെ മോശം പെരുമാറ്റമാണ്. അവിടെയാണ് ഈ വൈരുദ്ധ്യം വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ മോശം പെരുമാറ്റമുള്ള ഒരാൾക്കെതിരെ നടപടിയെടുക്കുകയും ജയിൽ മാറ്റുകയും ചെയ്യുന്ന ഒരാളാണ്, ആ ആൾ നല്ല നടപ്പിലാണ് എന്ന തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോഴാണ് അവിടെ ഒരു അസ്വാഭാവികത വരുന്നത്. മാത്രമല്ല ജയിൽ ഉപദേശക സമിതി ആദ്യം ഒരു റിപ്പോർട്ട് നൽകിയാൽ തന്നെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. നാട്ടിക ദീപക് വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 5 RSS പ്രവർത്തകരെ ഹൈക്കോടതി ശിക്ഷിച്ചു. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെയാണ് ശിക്ഷിച്ചത്.
JDU നേതാവ് ദീപക് കൊല്ലപ്പെട്ടത് 2015-ലാണ്. കേസിലെ 10 പ്രതികളെയും വിചാരണ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഈ വിധിക്കെതിരെ സർക്കാരും കൊല്ലപ്പെട്ട ദീപകിന്റെ കുടുംബവും സമർപ്പിച്ച അപ്പീലുകളിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, വിധിയുടെ വിശദാംശങ്ങൾ. ടോം 1 മുതൽ 5 വരെ പ്രതികളായ ഋഷികേഷ്, നിഖിൽ, പ്രശാന്ത്, പ്രശ്നയം എന്നിവർക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്നാണ് ഡിവിഷൻ ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 5 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ, ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയും ചുമത്തിയിരിക്കുന്നു. 3 പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. 2 പ്രതികൾ നിലവിൽ അവർ ഗൾഫിലാണ്, വിദേശത്താണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിചാരണ കോടതി വെറുതെ വിട്ടതിനെ തുടർന്ന് സർക്കാർ നൽകിയ അപ്പീൽ, ഒപ്പം തന്നെ ദീപകിന്റെ ഭാര്യ നൽകിയ അപ്പീലും ആണ് ഡിവിഷൻ ബെഞ്ച് സുരേഷ് കുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. എല്ലാവരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇന്നാണ് കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഈ പ്രതികളെ ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. തുടർന്ന് 3 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഉച്ചയ്ക്ക് 1:45-ലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള വിധി പറഞ്ഞത്. 5 പേർക്കും ജീവപര്യന്തം നൽകിയിരിക്കുന്നു. ഋഷികേഷ്, പ്രശാന്ത് എന്നീ പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരാവാത്തത്. അവർ വിദേശത്താണ് നിലവിൽ ഉള്ളത്. RJD നേതാവ് PG ദീപകിന്റെ കൊലപാതകത്തെക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിവാദമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. ഈ 5 പ്രതികൾക്കാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത്. 2015 മാർച്ച് 24-ലായിരുന്നു നാടിനെ നടത്തിയ ആ അരി കൊലപാതകം നടന്നത്. ജനതാദൾ പ്രവർത്തകരായ സ്റ്റാലിൻ മണി എന്നിവർക്കും അക്രമത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. എന്നാൽ കേസിലെ 10 പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിടുകയായിരുന്നു. വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാരും കൊല്ലപ്പെട്ട ദീപകിന്റെ ഭാര്യ വർഷയുമാണ് അപ്പീലുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അപ്പീലിൽ വിശദമായ വാദം കേട്ടിൽ തെളിവുകൾ പരിശോധിച്ചതാണ് ജസ്റ്റിസ് CB സുരേഷ് കുമാർ, ജസ്റ്റിസ് യൂബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഇപ്പോഴത്തെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. പ്രതികളെല്ലാം BJP RSS പ്രവർത്തകരാണ്. പ്രതികളെ 3 പ്രതികളെയും ഇന്ന് തന്നെ ജയിലിലേക്ക് മാറ്റുന്നു. വ്യക്തമാണ്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. നാട്ടിക ദീപക് വധക്കേസിലാണ് 5 പ്രതികൾക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോൾ. ഹൈക്കോടതിയാണ് പരോൾ അനുവദിച്ചത്. സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. സർക്കാർ വാദം പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമല്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സർക്കാരിന് യുക്തമായ വ്യവസ്ഥകൾ ചുമത്താമെന്നും ഹൈക്കോടതി അറിയിച്ചു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ മുഹമ്മദ് നിഷാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ള വ്യവസ്ഥകൾ ചുമത്താമെന്ന് സർക്കാരിന് നിർദ്ദേശം കൂടി ഉണ്ടല്ലോ. ഹൈക്കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ. ടോം, ഇത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യവസ്ഥകൾ, കാരണം സർക്കാർ ഇക്കാര്യത്തിൽ കോടതിയിൽ വാദിച്ചത്, ഈ പരോളിന് സംബന്ധിയായ കാര്യങ്ങളിൽ വാദിച്ചത് ഇത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്, നിഷ്ഠൂരനായ ഒരു കൊലയാളി, ഇതെല്ലാം തന്നെ അടയാളപ്പെടുത്തി പോയതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് പരോൾ തടയുക എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പര്യാപ്തമല്ല. അപ്പോൾ സർക്കാരിന് ഇതിൽ പരോൾ അനുവദിക്കേണ്ടതുണ്ട്. ചട്ടപ്രകാരം പരോൾ അനുവദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് വ്യവസ്ഥയാണ് അതിൽ ചുമത്താൻ കഴിയുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്, അത് നിർദ്ദേശിക്കാം. അത് പ്രാബല്യത്തിൽ ആയാൽ, അത് അക്കാര്യങ്ങളിലൊരു ധാരണയായാൽ, സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾക്കടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആഭ്യന്തര വകുപ്പുമായിട്ട് ആലോചിച്ച് നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്ക് ആനുപാതികമായി മാത്രമായിരിക്കും പരോൾ അനുവദിക്കുക. അതിൽ ധാരണയായതിനു ശേഷം, അക്കാര്യങ്ങളിൽ ക്രമമായതിനു ശേഷം മാത്രമായിരിക്കും പരോൾ അനുവദിച്ചുകൊണ്ട് ഈ 15 ദിവസത്തെ പരോൾ അനുവദിച്ച് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുക എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. വ്യവസ്ഥകൾ സർക്കാരിന് നിശ്ചയിക്കാവുന്നതാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ പരോൾ അനുവദിക്കുമ്പോൾ ഈ രീതിയിലുള്ള കടുത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത, കടുത്ത മാനസികാവസ്ഥയിലുള്ള ആളുകൾക്ക് അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് വാദമുഖങ്ങളായിട്ട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു കുറ്റവാളി പുറത്തേക്ക് പരോൾ സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ അത് വ്യവസ്ഥകൾ സർക്കാരിനെ നിശ്ചയിക്കാൻ കർശനമായ വ്യവസ്ഥകൾ ഉണ്ടാകും, ഉപാധികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അന്ന് കേസ് നിലനിൽക്കുമ്പോൾ തന്നെയും വലിയ രീതിയിലുള്ള ജനരോഷം ഇയാൾക്കെതിരെയെല്ലാം തന്നെ ഉയർന്നിരുന്നു. അപ്പോൾ അതുകൂടിയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ സർക്കാർ വ്യവസ്ഥകൾ നിശ്ചയിക്കും. അതിന് ആനുപാതികമായിട്ടായിരിക്കും
ഈ മുഹമ്മദ് നിഷാമിനെ പുറത്തിറങ്ങാനായിട്ട് സാധിക്കുക. നമുക്കറിയാം 2015 ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഈ കുറ്റകൃത്യം നടന്നത്. ഒരു തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചന്ദ്രബോസിനെ അയാളുടെ പാർപ്പിട സമുച്ചയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. ഇയാളെ കാറിടിച്ച് കൊലപ്പെടുത്തുന്നത്. ഗേറ്റ് തുറക്കാൻ താമസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇയാൾ ആഡംബര കാറിടിച്ച് വീഴ്ത്തുകയും അതിനുശേഷം അയാളുടെ ഈ നെഞ്ചിൽ ചവിട്ടി വലിയ രീതിയിലുള്ള ആക്രോശം മുഴക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇതിന് സാക്ഷികളടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ചന്ദ്രബോസിൻ്റെ വാരിയലുകൾ അടക്കം ഒടിഞ്ഞ ശ്വാസകോശത്തിലടക്കം കയറുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ വന്നു. മാരകമായ രീതിയിൽ അദ്ദേഹത്തിന് മുറിവേൽക്കുകയും താഴത്ത് വീണ വണ്ടി ഇടിയേറ്റ് താഴത്ത് വീണ ഒരാളെയാണ് പിന്നീട് വീണ്ടും ചവിട്ടി മേദിക്കുന്ന രീതിയിലേക്ക് പോയത്. അത്രയ്ക്ക് നിഷ്ഠൂരമായ ഒരു തീർച്ചയായും ഡാനി സൂചിപ്പിച്ചത് അത്രയും നിഷ്ഠൂരമായ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ചൊരു കൊലപാതകമായിരുന്നു. ഇവിടെ ഈ മുഹമ്മദ് നിഷാമിന് പരോൾ അനുവദിച്ചാൽ തെറ്റായ സന്ദേശം, സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ ഇതേ വാദങ്ങൾ ഷെറിൻ്റെ കാരണവർ വധക്കേസിലെ പ്രതി ഷെറിനുണ്ടായിരുന്നില്ല. ആ ഷെറിന് ആവശ്യാനുസരണം പരോൾ കൊടുക്കുന്ന നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ നിഷാമിൻ്റെ കാര്യത്തിൽ ഇത്തരം ഒരു നിലപാടിലേക്ക് സർക്കാർ പോയത്? കാരണം മുഹമ്മദ് നിഷാം നേരത്തെയും പരോൾ നേടി വിവിധ സമയങ്ങളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തവണ പരോൾ അനുവദിക്കാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ, അല്ലെങ്കിൽ സർക്കാർ അത്തരമൊരു വാദങ്ങൾ ഉന്നയിച്ചത്? ഡാനി, 2019 നിഷാമിന് പരോൾ അനുവദിക്കുന്നത്. അത് ഉമ്മയുടെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പരോൾ അനുവദിക്കുകയും ചെയ്തത്. ചുരുങ്ങിയ ദിവസത്തെ ഒരു പരോളായിരുന്നു ആ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്തത്. പക്ഷേ ഈ കേസ് വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു. അന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, തീർത്തും ആളുകൾ സ്തംഭിച്ചു പോകുന്ന രീതിയിലുള്ള കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്യുകയും ചെയ്തത്. അതുമാത്രവുമല്ല, ഇനി മുഹമ്മദ് നിഷാമിൻ്റെ ഒരു കഴിഞ്ഞ കാല ചെയ്തികളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഇയാൾ പലപ്പോഴും തന്നെ ഏതാണ്ട് 6 വർഷത്തിനിടെ 16ഓളം കേസുകൾ ഇയാൾ പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ പല രീതിയിലുള്ള കേസുകൾ, പലപ്പോഴും പല സ്വഭാവ വൈകൃതങ്ങൾ തന്നെ ഇയാൾ പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒരിക്കൽ വനിതാ എസ് ഐയെ വാഹനത്തിനകത്ത്, സ്വന്തം വാഹനത്തിനകത്ത് പരിശോധനയ്ക്ക് വന്നുള്ളൂ. അതിനകത്തിട്ട് പൂട്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അന്ന് പിന്നീട് വലിയ കേസില്ലാതെ അത് ഒതുക്കി തീർക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസുകാർക്കടക്കം ഇയാളുടെ പ്രവൃത്തിയിൽ നടപടി നേരിടേണ്ടി വന്നു. പല പോലീസുകാരും ഇയാൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഇയാൾ ഈ ഇരുചക്ര വാഹനത്തിൽ അസ്ഥികൂടം വെച്ച് കെട്ടി അതിലെ ആളുകളെ പേടിപ്പിക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ എടുക്കുമ്പോൾ ഇയാൾ സാധാരണ രീതിയിലുള്ള ഒരു കുറ്റവാളിയെ അല്ല. പലപ്പോഴും ഈ മയക്കുമരുന്നിനെല്ലാം തന്നെ അടിപ്പെട്ട ഒരാളാണ് മുഹമ്മദ് നിഷാം എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഇയാളുടെ വ്യവസായം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വലിയ വ്യക്തതയൊന്നുമില്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. ഇയാൾ ടാക്സ് അടക്കുന്നതും മറ്റ് വ്യവസായ സ്ഥാപനം എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും തമിഴ്നാട്ടിലാണെന്ന് പറയുന്നു. അങ്ങനെ ഈ അവ്യക്തതകളും ദുരൂഹതകളും എല്ലാം തന്നെ നിറയുന്ന ഒരാളാണ്. കുറ്റകൃത്യങ്ങളുടെ വലിയൊരു പശ്ചാത്തലം ഇയാൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. കാരണം അതൊരു തെറ്റായ സന്ദേശത്തിലേക്ക് അടക്കം പോകുമെന്ന രീതിയിലേക്ക് ഒരു നിലപാടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. എന്നാൽ അത്തരം വ്യവസ്ഥകൾ ഏതാണ്ട് 2016 ജനുവരിയിലായിരുന്നു പിന്നീട് ഈ കോടതി ശിക്ഷ വിധിക്കുന്നത്. തൃശ്ശൂർ സെഷൻ കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നത് 12 വർഷവും പിന്നെ അതുകൂടാതെ 24 വർഷം കഠിന തടവും അടക്കമുള്ള കാര്യങ്ങളാണ് ശിക്ഷയിലേക്ക് വന്നത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കണം എന്നതാണ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പുറത്തേക്ക് ഏതാണ്ട് 9 വർഷം പിന്നിടുമ്പോഴാണ് പിന്നീട് ഇപ്പോൾ ഒരു പരോളിൻ്റെ കൂടി സാധ്യതയിലേക്ക് വരുന്നത്. ഇപ്പോൾ സർക്കാർ സ്വാഭാവികമായും ഇയാളുടെ ഒരു പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങുകയും ചെയ്തത്. പക്ഷേ എന്നാലും കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് അത്തരം വാദമുഖങ്ങൾ നിലനിന്നുകൊണ്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇയാൾക്ക് പരോൾ അനുവദിക്കാം, പക്ഷേ അതിലുള്ളൊരു വ്യവസ്ഥകൾ സർക്കാരിന് നിശ്ചയിക്കാമെന്നതാണ്. ഇനി അറിയേണ്ടത് ആ വ്യവസ്ഥകളിൽ സർക്കാർ എത്രമാത്രം കർശനമാകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്. രണ്ടുപേരും
കൊല്ലം പത്തനാപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്നാരോപിച്ച് നാട്ടുകാർ പുറത്തുവിട്ട ദൃശ്യങ്ങളാണിത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കെതിരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷമേ ഇവർ മദ്യപിച്ചോ എന്ന് പറയാനാകുമെന്നുമാണ് പോലീസ് അധികൃതർ ഉദ്യോഗസ്ഥർ പറയുന്നത്. എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഈ ദൃശ്യങ്ങളിൽ തന്നെ നാട്ടുകാർ 2 പോലീസുകാരെ വാഹനം തടയുന്നുണ്ട്, പോലീസ് ജീപ്പ് തടയുന്നുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചുവെന്ന് ആ സംഭാഷണങ്ങളിലൊക്കെ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഈ നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടില്ലേ? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? തീർച്ചയായും ടോം, ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്ന് ആരോപിച്ച് രാത്രി പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാരെയാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചതിന്റെ ദൃശ്യങ്ങളാണിത്. കൊല്ലം പത്തനാപുരത്താണ് ടോം ഈ ഒരു സംഭവം ഉണ്ടായത്. കൺട്രോൾ റൂം വാഹനത്തിലിരുന്ന് SI ഉൾപ്പെടെയുള്ളവർ മദ്യപിച്ചെന്നാണ് ഈ നാട്ടുകാരുടെ ഒരു ആരോപണം ഉയർന്നത്. തുടർന്നാണ് ഇവർ വാഹനം തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും പോലീസുകാർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല എന്ന് ആണ് നാട്ടുകാർ പറയുന്നത്. ഒടുവിൽ ഈ തടഞ്ഞ നാട്ടുകാരെ തട്ടി നീക്കിയതിനു ശേഷമാണ് അവിടെ നിന്നും പോലീസ് വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ നാട്ടുകാർ പറയുന്ന ആ ഒരു സംഭാഷണങ്ങൾ തന്നെ വ്യക്തമാണ്. ഇതിൽ കുപ്പിയിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഔദ്യോഗികമായിട്ടൊരു പരാതിയൊന്നും പോലീസിന് നൽകിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിന്റെ കൂടുതൽ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഈ പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്, എന്നാൽ മദ്യലഹരിയിൽ ഒരു സംഘം ആൾക്കാർ പോലീസിനെ ആക്രമിക്കാൻ വരികയായിരുന്നു എന്നും അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയായിരുന്നു എന്നൊക്കെയാണ് ഈ SIയിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ടോം ഉള്ളത്. തീർച്ചയായും. പക്ഷേ ഒരു വശത്ത് നോക്കിയാൽ നിയമം കയ്യിലെടുക്കാൻ നാട്ടുകാർക്ക് അധികാരമില്ല. പക്ഷെ ഇവിടെ വാഹനം തടയുന്നുണ്ട്, വാഹനത്തിന് നേരെ അവർ ആക്രമണം നടത്തുന്ന രീതിയിൽ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ വാഹനം തടഞ്ഞ നാട്ടുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ? സ്വാഭാവികമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഇവിടെ ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇനി അവർക്കെതിരെ ആയിരിക്കും നടപടി ഉണ്ടാവുക, അതോ ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആയിരിക്കുമോ നടപടി സ്വീകരിക്കുക? വിനീഷ്, അത് ടോമപ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നത്. പക്ഷേ കൂടുതൽ അന്വേഷണം ഇതിൽ നടക്കേണ്ടതായിട്ടുണ്ട് ടോം. അതുപോലെ തന്നെ ഈ വാഹനം നാട്ടുകാർ തടയുന്ന സമയത്ത് അവർ വലിയ സ്പീഡിൽ വാഹനം മുന്നോട്ടെടുത്ത് കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ വാഹനം അവിടെ നിർത്തുന്നില്ല. പോലീസ് വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ തയ്യാറാകുന്നതുമില്ല. അത്തരം ആരോപണങ്ങൾ നാട്ടുകാരും പറയുന്നു. അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ എന്തായാലും ഇതിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകാൻ ചില സാധ്യതകൾ ഉള്ളതായും ചില സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏപ്രിൽ 4-ാം തീയതി രാത്രിയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പത്തനാപുരം ടൗണിലാണ് പോലീസ് നൈറ്റ് പെട്രോളിംഗുമായി ബന്ധപ്പെട്ടുള്ള എത്തിയപ്പോഴായിരുന്നു ഒരു സംഘം മദ്യപാനികൾ തന്നെ വ്യക്തമാവുന്നുണ്ട്. അതിൽ അന്ന് സംശയിക്കാം വാഹനത്തിന് ചുറ്റും വരികയും ഇവരുടെ വാഹനം തടയുകയും ചെയ്യുന്നു. പോലീസ് മദ്യപിച്ചു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. കൊല്ലം പത്തനാപുരത്ത് ഈ മാസം 4-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു സംഘം ആളുകൾ പോലീസ് വാഹനം തടയുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചു എന്നാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കി തിരുവനന്തപുരം കേന്ദ്രീകരിക്കുന്നു. ഇയാളുമായി സൗഹൃദം പാടില്ലെന്നും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്നും പ്രവർത്തകർക്ക് CPM നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AKG സെന്റർ ആക്രമണ കേസിലെ പ്രതിയും അർജുനും ഒരുമിച്ച് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ CPM നേതാവ് IP ബിനുവാണ് പുറത്തുവിട്ടത്.
AKG സെന്ററിൽ ബോംബ് എറിഞ്ഞവന്മാരോടൊപ്പം ചേർന്ന് ഈ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് വെച്ച് പൊറിപ്പിക്കാൻ തൽക്കാലം സൗകര്യമില്ലെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ ബിനു പറഞ്ഞു. അതിന് മറുപടിയുമായി അർജുൻ ആയങ്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയെ കരുതൽ തടങ്കലിലെടുത്തതാണ്. ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് SFI നേതാവിനെ പിടികൂടാനെത്തിയപ്പോൾ അയാൾക്കൊപ്പം അർജുൻ ആയങ്കി ഉണ്ടായിരുന്നു. അന്ന് ഈ SFI നേതാവിനെയും അർജുൻ ആയങ്കിയും പോലീസ് പിടികൂടുന്നു. പിന്നീട് കരുതൽ തടങ്കലിലെടുത്തു എന്ന് വിശദീകരണം നൽകുന്നു. ഇപ്പോൾ കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഇയാളെ കേന്ദ്രീകരിച്ച്, അർജുൻ ആയങ്കിയെ കേന്ദ്രീകരിച്ച് പുറത്തു വരുന്നുണ്ടല്ലോ. അതായത് അർജുൻ ആയങ്കി കണ്ണൂരിൽ നിന്നും താവളം, അദ്ദേഹത്തിൻ്റെ ഒരു മേഖല പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തേക്ക് വ്യാപിപ്പിക്കുന്നു. അവിടെ പല ഗുണ്ടാ സംഘങ്ങളുമായും ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നെന്നാണോ പാർട്ടി നേതൃത്വം ആരോപിക്കുന്നത്? ടോം, അർജുൻ ആയങ്കി നേരത്തെ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക പ്രവർത്തനമായിരുന്നു. പിന്നീട് പലപ്പോഴും അയാൾ വാർത്തകൾ നിറഞ്ഞത് CPM-ന്റെ സൈബർ പോരാളി നിലയിൽ കൂടിയായിരുന്നു. വളരെ കൃത്യമായി എതിരാളികൾക്ക് വലിയ ആരോപണങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച അർജുൻ ആയങ്കി ഫേസ്ബുക്ക് കുറിപ്പിടുമായിരുന്നു. അതിനുശേഷം അയാൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി, കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണം കടത്തൽ, സ്വർണം പൊട്ടിക്കൽ കേസുകളിലെ പ്രതിയായി മാറുന്നു. അതോടുകൂടിയാണ് CPM-മായി തെറ്റുന്നത്. CPM അയാളെ തള്ളിപ്പറയും, ഡിവൈഎഫ്ഐ തള്ളിപ്പറയുകയും ചെയ്തു. അതിനുശേഷം അർജുൻ ആയങ്കി CPM സൈബർ പോസ്റ്റുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും പ്രചരിപ്പിക്കുന്നതുമായിരുന്നില്ല. ഇതിനിടയിലാണ് അയാൾ അവിടെ നിന്ന് ഈ പ്രവർത്തന കേന്ദ്രം മാറ്റുന്നു. CPM തള്ളിപ്പറഞ്ഞതോടുകൂടി അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ഇയാൾ ഇടയ്ക്ക് കരുതത്തടങ്കിലാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജയിലിലാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അയാൾ തിരുവനന്തപുരം, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിക്കുന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഈ ആദർശ് എന്ന അയാൾ മുൻ SFI നേതാവാണ്. SFIയുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറി. ഇപ്പോൾ SFIയുമായോ CPM-മായോ ഒരു ബന്ധവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളെ അന്വേഷിച്ച് പോലീസ് ചെല്ലുമ്പോഴാണ്, അയാളും നേരത്തെ കാപ്പ കേസിലടക്കം പ്രതിയായ ആളാണ്, അയാൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അവിടെ അർജുൻ ആയങ്കിയെ കാണുന്നത്. അർജുൻ ആയങ്കി പ്രവർത്തന കേന്ദ്രം തലസ്ഥാനത്തേക്കും അതുപോലെ കൊച്ചിയിലേക്കും മാറ്റി എന്ന് പോലീസ് പറയുന്നു. ഇപ്പോൾ ഇത് വിവാദമാകാൻ കാരണം ഇന്നലെ CPM-ന്റെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവ് ബിനു IP ബിനുവിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. ഇത്തരത്തിൽ പാർട്ടി ഓഫീസിനെതിരെ ആക്രമണം നടത്തിയ ആളുകൾക്കൊപ്പം, അതായത് ജിതിൻ എന്ന AKG സെൻറ്റർ ആക്രമണ കേസിലെ പ്രതി, അയാളും അർജുൻ ആയങ്കിയും ആദർശം ഒരുമിച്ചിരുന്ന ഒരു കള്ളുഷാപ്പിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ ബിനു IP പുറത്തുവിട്ടത്. അത്തരത്തിൽ പാർട്ടിക്കെതിരെ നിലപാടെടുത്ത ആളുകൾക്കൊപ്പം ചേർന്ന് നിന്നാൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ബിനു IP-യുടെ പോസ്റ്റാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ ഇപ്പോൾ വാർത്തയിൽ കൊണ്ടുവരുന്നത്. അതിനുള്ള മറുപടിയുമായി അർജുൻ ആയങ്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ പാർട്ടി ഓഫീസിനെ ആക്രമിച്ച ആളാണ്, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ രണ്ടുകാലിൽ നടക്കില്ലായിരുന്നു എന്ന പരാമർശമൊക്കെയായി ബിനു IP-ക്കെതിരെ അർജുൻ ആയങ്കിയും ഫേസ്ബുക്കിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇയാൾ ഇവിടെ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അത് പാർട്ടി സൈബർ പോരാളി എന്ന നിലയിൽ അയാൾക്ക് ലഭിച്ച ഒരു സ്വീകാര്യതയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് CPM പ്രവർത്തകർക്കിടയിൽ തന്നെ ഇയാളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ, മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധന നടത്തുന്നു. അതിനു മുമ്പ് തന്നെ അർജുൻ ആയങ്കി അവിടെ വന്നിരുന്നു. ആ ദിവസങ്ങൾ അവിടെ താമസിച്ചിരുന്ന വിവരങ്ങളും പോലീസിനും അതുപോലെ CPM നേതാക്കൾക്കുമൊക്കെ ലഭിക്കുന്നുണ്ട്. അയാൾ ഈ പാർട്ടിയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ കാരണവശാലും അയാൾ അടുപ്പിക്കുന്ന നിർദ്ദേശമാണ് CPM-ന്റെ ഉന്നത നേതൃത്വം തന്നെ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് നൽകുന്നത്. അർജുൻ ആയങ്കി പാർട്ടി ബന്ധം ഉപയോഗിച്ചുകൊണ്ടും നേരത്തെ ഉള്ള ഈ സൈബർ പോരാളി എന്ന ഒരു വിശേഷണം ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ പാർട്ടിയുമായും പ്രവർത്തകരുമായി അടുക്കാൻ ശ്രമിക്കും. അതിന് അവസരം കൊടുക്കുന്നത് അയാൾ അകറ്റണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഏതായാലും അർജുൻ ആയങ്കി തുടർച്ചയായ വാർത്തകൾ നിറയുകയാണ്. കഴിഞ്ഞ ആഴ്ച ഈ ആദർശിൻ്റെ വീട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡി എടുക്കുകയും കരുതത്തടങ്കിൽ പാർപ്പിക്കുകയും ആണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഈ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന ബിനു ബിനുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വരുന്നതോടുകൂടി വീണ്ടും അത് ഒരു വാർത്തകളിൽ നിറയുകയാണ്. അർജുൻ ആയങ്കി ഒരു ബന്ധവും തനിക്കിപ്പോൾ പാർട്ടിയുമായിട്ടില്ല, പാർട്ടിയുടെ ഒരു പോസ്റ്റും ഷെയർ ചെയ്യാറില്ല എന്ന വിശദീകരണമൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ നൽകുന്നുമുണ്ട്. തീർച്ചയായും. കാരണം അർജുൻ ആയങ്കി അതിന് നൽകിയ മറുപടി ഇതാണ്: ശ്രീകോവിലിന് നേരെ പടക്കം എറിഞ്ഞവൻ 2 വർഷങ്ങൾക്കിപ്പുറവും ആ നാട്ടിൽ നെഞ്ചുവിരിച്ച് നടക്കുന്നത് ആരുടെ കഴിവുകേടാണെന്ന് സ്വയം വിലയിരുത്തിയാൽ മതി. ഞാൻ വർഷങ്ങൾക്ക് മുൻപേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ കാരണം പാർട്ടിക്കൊരു പെരുദോഷം വേണ്ടെന്ന് കണ്ട് ഫേസ്ബുക്കിൽ പോലും ഒരു പാർട്ടി പോസ്റ്റർ പോലും ഷെയർ ചെയ്യാതെ നിശബ്ദനായി നിൽക്കുന്നയാളാണ് ഞാൻ. ഇന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്: നിങ്ങൾ കൈകൂപ്പി തൊഴുന്ന ശ്രീകോവിലിൽ നേരെ പടക്കം എറിഞ്ഞവൻ ഞങ്ങളുടെ നാട്ടിലായിരുന്നുവെങ്കിൽ 2 കാലിൽ നടക്കില്ലായിരുന്നുവെന്ന് മാത്രം IP ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അർജുൻ ആയങ്കി IP ബിനുവിന് മറുപടിയായി നൽകുന്നത്. അതായത് പാർട്ടിയെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട്
വീണ്ടും പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒരു കുറിപ്പ് തന്നെയാണ് അർജുൻ ആയങ്കിയുടെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള അർജുൻ ആയങ്കിയുടെ പ്രവർത്തനം പോലീസ് നിരീക്ഷിക്കുന്നുണ്ടോ? ഇയാൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ക്രിമിനൽ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം? അത് നേരത്തെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായിട്ടുള്ള ബന്ധവും കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ പുറത്തു വന്നതാണ്. പോലീസിന്റെ ഒരു കൃത്യമായ നിരീക്ഷണത്തിലാണോ അർജുൻ ആയങ്കി ഇപ്പോൾ ഉള്ളത്, അരുൺ? എന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ CPM-മായി നേരത്തെ ബന്ധമുള്ള ആളുകളുമായി, CPM-മായും അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധമുള്ള ആളുകളുമായിട്ടൊക്കെ ചങ്ങാത്ത സ്ഥാപിക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വന്നത് തന്നെ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കാനാണ് എന്ന വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. ഈ ജിതിനും മറ്റും ഉൾപ്പെട്ട ഒരു അടിപിടി കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും അത്തരം ചില വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിക്കുന്നു. എന്തുകൊണ്ട് നിരന്തരം അയാളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുമൊക്കെയാണ്. അതുകൊണ്ട് മറ്റേതെങ്കിലും താല്പര്യങ്ങൾ അയാൾക്ക് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ കണ്ണൂരിൽ നിൽക്കാൻ കഴിയുന്ന സാധ്യത മാറി നിൽക്കുന്നതാണോ എന്ന കാര്യമാണ് പ്രധാനമായും പോലീസും അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. സുഷിത് പാഞ്ചൊക്കെ വിശദമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട് തേടുന്നുണ്ട്. അതായത് CPM നേതാക്കൾ അവരുടെ നേതൃത്വം അണികൾക്ക് നൽകുന്ന നിർദ്ദേശം ഇത്തരം ആൾക്കാരുമായി ഒരു തരത്തിലുള്ള ചങ്ങാത്തവും പാടില്ല, അവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത്, വന്നാൽ തന്നെ അകറ്റി നിർത്തണം. പാർട്ടിയുടെ പേര് പറഞ്ഞ ആളാണ് അർജുൻ ആയങ്കി എന്നാണ് CPM-ന്റെ വിമർശനം. പക്ഷേ അർജുൻ ആയങ്കി എങ്ങനെയാണ് താൻ പാർട്ടിയിലേക്ക് എത്തിയത്, തൻ്റെ പാരമ്പര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ അവസാനമായി ഇട്ടിട്ടുള്ളത്. ഏതായാലും അർജുൻ ആയങ്കി ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് അയാൾ തന്നെ പറയുന്നു. ഇപ്പോൾ CPM ആ നിലപാട് തന്നെയാണ്. നേരത്തെ തന്നെ ആ ബന്ധമൊക്കെ അവസാനിപ്പിച്ചതാണ്. സൈബർ ഇടങ്ങളിൽ പോലും അർജുൻ ആയങ്കി CPM-ന് വേണ്ടി ഇപ്പോൾ രംഗത്ത് വരുന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ AK സെന്റർ ആക്രമണ കേസിലെ പ്രതിയുമൊത്ത് അയാളിപ്പോൾ ഒരു മദ്യപാന സദസ്സിൽ വന്നതാണ് ഇപ്പോഴത്തെ വാർത്തകൾക്ക് അടിസ്ഥാനം. വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അർജുൻ ആയങ്കിയെ കൃത്യമായും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനം. പല ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. പാലക്കാട് വീണ്ടും കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിൽ കഞ്ചിക്കോട് കുരുടിക്കാട് വെച്ചായിരുന്നു സംഭവം. അമിത വേഗത്തിൽ ഓടുകയായിരുന്ന കാറിന്റെ ഡോറിൽ യുവാക്കൾ കയറിയിരുന്ന് ആർപ്പ് വിളിക്കുന്ന ദൃശ്യങ്ങൾ മറ്റ് യാത്രക്കാരാണ് ചിത്രീകരിച്ച് പോലീസിന് കൈമാറിയത്. പ്രായപൂർത്തിയാകാത്ത 4 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് കാർ ഡ്രൈവ് ചെയ്ത യുവാവിന്റെ ലൈസൻസ് റദ്ദാക്കാൻ കസബ പോലീസ് RTOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആയിഷത്തൂർ ഷംന ചേരുന്നു. ഷംന, ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ പതിവായി നമ്മൾ കാണാറുള്ളതാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്ന യുവാക്കൾ മദ്യലഹരിയിലും കഞ്ചാവ് ലഹരിയിലുമൊക്കെ സാഹസിക യാത്ര നടത്തുന്നു, അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു, അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നു, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകുന്നു. പോലീസും മോട്ടോർ വാഹന വകുപ്പൊക്കെ നടപടി സ്വീകരിക്കുമ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം. എന്താണ് ഈ പാലക്കാട് സംഭവിച്ചതിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും ടോം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പറയാനുള്ളത്. കാരണം ഈ മൂന്നാറിലടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലൊക്കെ വളരെ കാലമായി തന്നെ ഈ വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ നേരത്തെ കണ്ടതാണ്. അതിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചതാണ്. ഇപ്പോൾ പാലക്കാട് എത്തുന്നു എന്നതാണ്. പാലക്കാട് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള 7 അംഗ സംഘത്തിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ അടക്കമുള്ള നടപടികൾക്ക് വേണ്ടി കസബ പോലീസ് RTOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കർശനമായ ഒരു നടപടി പോലീസ് എടുക്കുന്നു എന്നത് വ്യക്തമാണ്. ഒപ്പം എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ യുവാക്കളുടെ സാഹസിക യാത്ര അത് അവരുടെ ഒരു ജീവന് മാത്രമല്ല, തൊട്ടടുത്തുകൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം. മറ്റൊരു കാറിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ വളരെ ചേർന്നാണ് ആ വാഹനങ്ങൾ പോകുന്നത്. ഇതൊക്കെ വളരെ അപകടകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും, വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കർശനമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമായി വരികയാണ്.
പിന്നെ ഈ പാലക്കാട് മാത്രമല്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. പാലക്കാട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റ് ജില്ലകളിൽ കൂടി ഇത്തരം കേസുകൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ അടക്കം വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് കാരണമാകുന്നു എന്നൊരു കണ്ടെത്തലും അത്രയൊരു നിഗമനം കൂടിയുണ്ട്. കാരണം ഇത്ര സാഹസികമായ രീതിയിൽ ഒരു യാത്ര ചെയ്യാൻ, അതും ഒരു നിരന്തരം തിരക്കുള്ള ഒരു മേഖലയാണ്, കോയമ്പത്തൂർ ദേശീയപാതയാണ്. ഈ ഒരു റോഡിലൂടെ ഇത്തരത്തിലുള്ള ഒരു സാഹസിക യാത്ര നടത്താനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര നടത്തിയാൽ അതിന് മറ്റ് നിയമപ്രശ്നങ്ങളൊന്നുമില്ല, ഇതൊന്നും ഒരു നടപടിയിലേക്കും കടക്കില്ല എന്ന തരത്തിലുള്ള ഒരു വിശ്വാസമോ ഒരു ധൈര്യമോ അതൊക്കെ ആയിരിക്കാം ഈ യാത്രയ്ക്ക് പിന്നിൽ ഈ വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കളുടെ ഇടയിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കർശനമായ നടപടി സ്വീകരിച്ച് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൽപ്പാത്തി സ്വദേശിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഈ യുവാവിനെ അടക്കം 7 പേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ടോം, വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് സാഹസിക യാത്ര നടത്തിയ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കേരളം ഓർക്കുന്ന പേരാണ് മലപ്പുറം മഞ്ചേരി സ്വദേശി ശങ്കരനാരായണൻ്റേത്. ശങ്കരനാരായണൻ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 75 വയസ്സായിരുന്നു. 2001 ഫെബ്രുവരി 9 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടു വരുന്ന വഴി അയൽവാസിയായ മുഹമ്മദ് കോയ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 2002 ജൂലൈ 27 ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ പിതാവ് ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തി. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് 2 പേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതി വെറുതെ വിടുകയുണ്ടായി. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഏറെ പ്രമാദമായ കേസാണ് കൃഷ്ണപ്രിയയെ കൊലപ്പെടുത്തിയ സംഭവം. അതിനുശേഷം ആ കൊലയാളിയെ, പ്രതിയെ കൃഷ്ണപ്രിയയുടെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ലാത്ത സംഭവങ്ങളാണ് കൃഷ്ണപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ. ഇപ്പോൾ എങ്ങനെയാണ് ഈ ശങ്കരനാരായണൻ്റെ മരണം സംഭവിച്ചത്? വിവരങ്ങൾ. ടോമ, ഇതുമായി ബന്ധപ്പെട്ടൊരു സിനിമ പോലും മലയാളത്തിൽ ഇറങ്ങിയ ഒരു സംഭവമാണ് ഇത്. കേരളത്തിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കൃഷ്ണപ്രിയ കൊലക്കേസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2001 ഫെബ്രുവരി 9 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടുവരുന്ന വഴി അയൽവാസിയായ ശങ്കരനാരായണൻ എലങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ എന്ന 24 വയസ്സായിരുന്നു അയാൾക്കന്ന് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടാവുകയായിരുന്നു. ഈ കൃഷ്ണപ്രിയയുടെ പിതാവാണ് ശങ്കരനാരായണൻ. 2002 ജൂലൈ 27 പിന്നീട് ഇയാൾ ജാമ്യത്തിലിറങ്ങുന്നത്. തുടർന്ന് ഈ പ്രതിയെ പിതാവ് ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് നമ്മൾ പലപ്പോഴും ഈ കൊലപാതകമൊക്കെ ഒരു കുറ്റമാണ് എന്നൊക്കെ സമൂഹം വിലയിരുത്തുമ്പോൾ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഇതിനെ ന്യായീകരിക്കുകയും അത്തരത്തിൽ അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മഞ്ചേരി സെഷൻസ് കോടതി പിന്നീട് ശങ്കരനാരായണനെയും മറ്റ് 2 പേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ വെറുതെ വിടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റ് ശത്രുക്കൾ ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതി അന്ന് വെറുതെ വിടുകയും മറ്റും ചെയ്തത്. അതൊക്കെ വലിയ വാർത്തയായ സംഭവങ്ങളാണ്. പിന്നീട് കൃഷ്ണപ്രിയ മരിച്ച ശേഷം ഈ പിതാവ് കണ്ണീരില്ലാതെ ഉറങ്ങിയിട്ടില്ല. വല്ലാത്തൊരു പശ്ചാത്തലമൊക്കെ ഈ പിതാവിനുണ്ടായിരുന്നു. മരിക്കുന്നത് വരെ മകളായ കൃഷ്ണപ്രിയയെക്കുറിച്ച് ഈ പിതാവ് സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കൊലപാതകമൊക്കെ ന്യായീകരിക്കുന്ന കൊലപാതകം എന്നൊക്കെ വലിയ ഒരു വിഭാഗം ആളുകൾ വിലയിരുത്തിയ ഒരു കൊലപാതകം കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. 2 ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏക മകളായിരുന്നു കൃഷ്ണപ്രിയ എന്നതുകൂടി ഓർക്കണം. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു 10-38 വയസ്സ് ഒക്കെ കാണേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ശങ്കരനാരായണ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ പ്രതി മുഹമ്മദ് കോയയുടെയും വീട്. ശങ്കരനാരായണൻ്റെ 2 ആൺമക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഏതായാലും ഏറെ പ്രമാദമായ ഒരു കൊലക്കേസ്, ഒപ്പം കേരളീയ സമൂഹം ഒരുപാട് ചർച്ച ചെയ്ത ഒരു കൊലക്കേസിലെ പ്രതി കൂടിയായ ശങ്കരനാരായണൻ എന്നുകൂടി ഓർക്കണം. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വിട പറയുകയാണ്. വാർദ്ധക്യ സഹജങ്ങളാൽ വളരെ മനപ്രയാസമൊക്കെ അനുഭവിച്ച ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അതിൻ്റെയൊക്കെ ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ ഉള്ള ഒരാൾ കൂടിയായിരുന്നു ടോം. ഇപ്പോൾ ആ മരണം സംഭവിച്ചിരിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൃഷ്ണപ്രിയയും അച്ഛൻ ശങ്കരനാരായണൻ്റെ ഒക്കെ ഓർമ്മകൾ മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. കാരണം ഒരു ചെറിയ പ്രായത്തിൽ മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അനുഭവിച്ച അച്ഛൻ
പിന്നീട് അതിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ പിതാവാണ് ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.